നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ 870 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ പ്രധാന കാർഷിക മേഖലകളിലൊന്നായ കുട്ടനാടൻ നെൽപ്പാടങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 54,000 ഹെക്ടർ വിസ്തൃതിയിലുള്ള കുട്ടനാടൻ മേഖലയുടെ അതിരുകൾ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, വൈക്കം താലൂക്കുകളിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കുകളിലുമായി ആകെ 79 റവന്യൂ വില്ലേജുകൾ കുട്ടനാട്ടിൽ ഉൾപ്പെടുന്നതായി കണക്കാക്കുന്നു. കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രമുഖ നെല്ല് ഉൽപാദന കേന്ദ്രമായ കുട്ടനാടിന്റെ 70% നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങളും വിത്തിറക്കലും ഞാറുനടലും കളപറിക്കലും വിളകൊയ്യലും മലയാളിയുടെ ജീവിതം തന്നെയായിരുന്ന ഒരു കാലത്ത് ഈ നെൽപ്പാടങ്ങൾക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കുഞ്ഞോലക്കുരുവികൾക്കൊപ്പം ഞാറ് പറിച്ചു നടുന്ന സ്ത്രീകളാലും നടീലിന്റെ താളത്തിനൊത്തു പാടുന്ന ഞാറ്റുപാട്ടുകളാലും മുഖരിതമായിരുന്നു ഒരു കാലത്ത് ഈ കുട്ടനാടൻ നെൽപ്പാടങ്ങൾ. ചേരാറെല്ലാം കാണുന്നുണ്ട്, ചേരാറെല്ലാം കാണുന്നുണ്ട്, ചേരാറെല്ലാം കാണുന്നുണ്ട്. കുഞ്ഞിക്കോടെയും മോഹം മാറട്ടെ, കുഞ്ഞിക്കോടെയും മോഹം മാറട്ടെ, കുഞ്ഞിക്കോടെയും മോഹം മാറട്ടെ, കുഞ്ഞിക്കോടെയും മോഹം മാറട്ടെ. തലമുറ തലമുറയായി വാമൊഴിയായി പകർന്നു പോകുന്ന നാടൻ പാട്ടുകളുടെ താളാത്മകതയിൽ കർഷക തൊഴിലാളികൾ നിരനിരയായി നിന്ന് ഞാറുനട്ടിരുന്ന ഇവിടുത്തെ കാഴ്ച മനോഹരമായിരുന്നു. കുഞ്ഞാതെ കുഞ്ഞന്താനായി, കുഞ്ഞുമ്മ കുഞ്ഞാതെ കുഞ്ഞന്താനായി, കുഞ്ഞുമ്മ കുഞ്ഞാതെ കുഞ്ഞന്താനായി. എന്നാൽ കൈലിമുണ്ടും ബ്ലൗസും ധരിച്ച് തോർത്തുമുട്ട് ഒരു കൈയിൽ കൊയ്ത്തിരിവാളും മറുകൈയിൽ ചോറ്റുപാത്രവുമേന്തി ഇളങ്കാറ്റേറ്റ് പാടവരമ്പിലൂടെ നിരനിരയായി നാട്ടുവർത്തമാനം പറഞ്ഞു നീങ്ങിയിരുന്ന മലയാളികളായ കർഷക തൊഴിലാളികളുടെ എണ്ണം ഇപ്പോൾ ഇവിടെ കുറഞ്ഞിരിക്കുന്നു. പകരം ചുണ്ടിൽ ഹിന്ദിപ്പാട്ടും മുട്ടിനു താഴെ കൈലിമുണ്ടിന്റെ ഓരങ്ങൾ കൂട്ടിക്കെട്ടി പാൻസും ധരിച്ച് ഒരു കൈയിൽ ഭക്ഷണപ്പൊതികളും മറുകൈയിൽ മൊബൈൽ ഫോണുമായി ബംഗാളി സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ അതിഥി തൊഴിലാളികൾ കൊയ്ത്തുപാടങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ കൈകൾ അരിവാളേന്തിയിരിക്കുന്നു. ഞാറുനടലും കറ്റയേന്തലുമെല്ലാം അവർ ആസ്വദിച്ചു ചെയ്യുന്ന ജോലിയായിരിക്കുന്നു. ഞാറ്റുപാട്ട് കേട്ടുണർന്ന കുട്ടനാടൻ പാടവരമ്പുകളിൽ നിന്ന് ബംഗാളിപ്പാട്ടിന്റെ ഈരടികളാണ് ഇപ്പോൾ ഉയരുന്നത്. കുട്ടനാടൻ വയലേലകളിൽ ഇവർ കൂട്ടമായി പണിയെടുക്കുന്നു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളായ സ്ത്രീകൾ വട്ടമിട്ടിരുന്നു പറഞ്ഞ 99-ലെ വെള്ളപ്പൊക്കവും കായൽ രാജാക്കന്മാരുടെയും തമ്പ്രാക്കളുടെയും കഥകളും മടവീഴ്ചയും എല്ലാം വേണ്ടുവോളം കേട്ടിരുന്ന ഞാറ്റുപാടങ്ങളിൽ ബംഗാളികളുടെ സംഭാഷണമുയരുന്നു. കളമൊരുക്കലിൽ തുടങ്ങി ഞാറുനടയിൽ വരെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൈകൾ ഇവിടെയുണ്ട്.
മലയാളികളായ കർഷക തൊഴിലാളികളും അവരുടെ പിൻതലമുറക്കാരും കൊയ്ത്തെരുവാൾ താഴെ വെച്ച് പിന്മാറിയപ്പോൾ കുട്ടനാടൻ പാടശേഖരങ്ങളും അപ്പർ ലോവർ കുട്ടനാടും വിരിപ്പ് ഭൂമിയും ഗ്രാമഗ്രാമാന്തരങ്ങളിലുമൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മലയാളിക്ക് വേണ്ടി വിത്തെറിഞ്ഞ് പൊന്നു വിളയിക്കുന്നു. പാടത്ത് ചിതറി വീണ നെൽക്കതിരുകൾ കൊത്താൻ വട്ടമിട്ട പക്ഷിക്കൂട്ടങ്ങൾ, കറ്റകൾ തലയിലേന്തി നിരനിരയായി നീങ്ങിയ കൊയ്ത്തുകാർ, കറ്റകൾ സൂക്ഷിച്ച കളപ്പുരകൾ, തലപൊക്കി നിന്ന വൈക്കോൽ കൂനകൾ, മാസങ്ങൾ നീണ്ടുനിന്ന കൊയ്ത്തുത്സവങ്ങൾ, ഞാറു നടുന്നതിന്റെ മലയാളി താളം, ഇവയൊക്കെ അകന്നുപോയെങ്കിലും അതിഥി തൊഴിലാളികൾ നമ്മുടെ നെൽപ്പാടങ്ങളെ വിളിച്ചുണർത്തുമ്പോൾ ആ ഗതകാല സ്മരണകൾ ഉണർന്നെഴുന്നേൽക്കുകയായി. കാണുന്നുണ്ട് കാണുന്നുണ്ട് മോകം മാറട്ടെ കുഞ്ഞിക്കോളയും മോകം മാറട്ടെ കുഞ്ഞിക്കോളയും മോകം മാറട്ടെ കുഞ്ഞിക്കോളയും മോകം മാറട്ടെ കുഞ്ഞാതെ കുഞ്ഞന്താനായി കുഞ്ഞുമ്മ കുഞ്ഞാതെ കുഞ്ഞന്താനായി കുഞ്ഞുമ്മ കുഞ്ഞാതെ കുഞ്ഞന്താനായി കുഞ്ഞുമ്മ കുഞ്ഞാതെ. കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.